നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ എന്ന നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ ഭാരതപൈതൃകത്തിൻ്റെ സെഗ്മെൻറ്റിൻ്റെ 17ാം അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ ലൈവ് വീഡിയോ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇപ്പോൾ സാധാരണ വീഡിയോ ആയിട്ട് തന്നെ 17ാം അധ്യായം ചെയ്യുകയാണ്. അപ്പം നമുക്ക് 17ാം അധ്യായം ത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന പേരിലാണ് ഈ 17ാം അധ്യായം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം എന്തെന്നാൽ മനുഷ്യൻ്റെ ശ്രദ്ധ, അവൻ്റെ വിശ്വാസം എങ്ങനെ അവൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇവിടെ അടകടാനന്ദജിയും അതേപോലെ തന്നെ അഭിനവ് ഗുപ്തപാദരും എങ്ങനെയാണ് ഈ അധ്യായത്തെ വിശദീകരിക്കുന്നത് എന്നുള്ള ഭാഗമാണ് നമുക്ക് വിശദമാക്കേണ്ടത്. അന്നേരം ശ്രദ്ധയ്ക്ക് തന്നെ 3 ഭാഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന് തന്നെ 3 സ്വഭാവങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സാത്വികം, രാജസികം, താമസികം എന്നീ 3 സ്വഭാവങ്ങൾ മനുഷ്യരിലുണ്ട്. അന്നേരം അതിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ശ്രദ്ധയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്ക് സ്വാത്വികം എന്ന് പറഞ്ഞാൽ ശുദ്ധവും ദൈവികവുമായ ഒരു മനോഭാവമാണ് സ്വാത്വിക മനോഭാവം എന്ന് പറയുന്നത്. മനോഭാവം. അതേപോലെ രാജസം അല്ലെങ്കിൽ രാജസികം എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനസ്സ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രവൃത്തിയിൽ നിന്ന് പൂർണ്ണമായും ഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾക്ക് എല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് രാജസികമാണ്. അതേപോലെ താമസം എന്ന് പറയുന്നത് അജ്ഞാനവും അലസതയും, അല്ലെങ്കിൽ അലസതയുള്ള മനുഷ്യർക്ക് കൂടുതൽ താമസിക ഭാവമാണ് കാണാൻ കഴിയുന്നത്. യഥാ ശ്രദ്ധ തഥാ പുരുഷ. അന്നേരം യഥാർത്ഥമായിട്ടുള്ള ശ്രദ്ധയുള്ള പുരുഷനാണ് ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷൻ, അല്ലെങ്കിൽ ഒരാളുടെ ശ്രദ്ധ എങ്ങനെയോ അവൻ അതുപോലെയായിട്ടാണ് മാറുന്നത്. അന്നേരം പരിപൂർണമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ എപ്രകാരം ശ്രമിക്കണമെന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. അന്നേരം നമുക്ക് വളരെ താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഒരു ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ TV കാണുകയാണെങ്കിലോ, അല്ലെങ്കിൽ മൊബൈലിൽ ഇഷ്ടപ്പെട്ട വീഡിയോ കാണുകയാണെങ്കിലോ നമ്മൾ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി അത് കാണും. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കടമകൾ നമ്മൾ ആ ഒരു ശ്രദ്ധയോടും വ്യക്തതയോടും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയപ്രദമാകും എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. അതേപോലെ ആഹാരത്തിൻ്റെ സ്വഭാവവും അത് ഈ രാജസികവും താമസിക ഭാവവുമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങളാണ് എന്നും ഇവിടെ അടകടാനന്ദജി വിവരിക്കുന്നുണ്ട്. സാത്വികമായിട്ടുള്ള ആഹാരം മനസ്സിനെ ശാന്തമാക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് തണുപ്പ് സമയത്ത് ചൂടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ അമിതമായിട്ട് മനസ്സിനെ നല്ല പച്ചക്കറികൾ, നല്ല പഴങ്ങൾ, പിന്നെ അമിതമായിട്ട് ഉള്ള മാംസാഹാരങ്ങളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട തരത്തിൽ മാംസാഹാരങ്ങളും കഴിക്കാം. ആ തരത്തിൽ നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അത് ഫലപ്രദമാക്കും എന്ന് പറയപ്പെടുന്നു. ഇതിനകത്ത് തന്നെ നമ്മുടെ അടകടാനന്ദജി പല മേഖലകളിൽ ഉള്ള സാത്വിക ആഹാരത്തെ പറ്റി പറയുന്നുണ്ട്. പല കാലാവസ്ഥയിൽ പലതരത്തിലുള്ള ഫുഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുബൂസോ അല്ലെങ്കിൽ പൊറോട്ടയോ ഒക്കെ അവരുടെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ആഹാരമാണ് അവ. അതുകൂടാതെ അവർ ഒരുപാട് പച്ചക്കറികളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഭക്ഷണ ക്രമമല്ല നമ്മളിപ്പോൾ അനുവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പൊറോട്ട ആയാലും, അല്ലെങ്കിൽ മറ്റുള്ള അറബി വിഭവങ്ങളോടുള്ള അമിതമായിട്ടുള്ള ഇപ്പോൾ പുതിയ കണ്ടുവരുന്ന നമ്മുടെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അന്നേരം അത്തരത്തിലുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയും മന്ദീഭവിപ്പിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഉറക്കം വരിക, അല്ലെങ്കിൽ ക്ഷീണം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അന്നേരം സാത്വിക ആഹാരം നമ്മൾ ശീലമാക്കണം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൂടുതലും അതേപോലെ മത്സ്യവിഭവങ്ങൾക്കും അതേപോലെ ചീനി, കാച്ചിൽ, ചേമ്പ്, പിന്നെ അരി ആഹാരങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ആഹാരം. അങ്ങനെ അത്തരത്തിലുള്ള ആഹാരമാണ് നമ്മുടെ കേരളത്തിലെ പറ്റി എടുക്കുമ്പോൾ നമുക്ക് സാത്വികാഹാരമായിട്ട് വരുന്നത്. ഇനി വടക്കൻ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ഗോതമ്പ് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ ഭക്ഷണമാണ് അവർക്ക് കൂടുതൽ അഭികാമ്യം. അന്നേരം ഓരോ കാലാവസ്ഥയ്ക്കും പിന്നെ ആ സ്ഥലത്തെ കൾച്ചറിനും അനുബന്ധിച്ചിട്ടുള്ള ആഹാരമാണ് അവർക്ക് യോജിച്ച സാത്വിക ആഹാരം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ചില ആഹാരങ്ങളിൽ അല്ലെങ്കിൽ തണുത്ത രാജ്യങ്ങളിൽ മാംസാഹാരം ആണ് അവരുടെ ശരീരത്തിന് യോജിക്കുന്നത്. അന്നേരം നമ്മുടെ കേരളത്തിലെ എന്ന് പറയുന്നത് കടൽ മേഖലകളും അല്ലെങ്കിൽ മലകളും കുന്നുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ട് മുതൽ മത്സ്യവും അതേപോലെ ഇത്തരത്തിലുള്ള മരച്ചീനി, ഇത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, പയർ, ഇവയൊക്കെയാണ് പണ്ട് മുതലേ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആഹാരം. അന്നേരം അത്തരത്തിലുള്ള സാത്വികാഹാരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രാജസിക ആഹാരം എന്ന് പറഞ്ഞാൽ ആവേശവും അശാന്തിയും കൂട്ടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അമിതമായിട്ടുള്ള ഇറച്ചിയുടെയൊക്കെ ഉപയോഗം നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ആ ജന്തുക്കളുടെ മാംസാഹാരം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് അമിതമായിട്ട് കഴിക്കുമ്പോൾ അതേപോലുള്ള ക്രൂര കാര്യങ്ങളും അല്ലെങ്കിൽ ഭാവങ്ങളും ഒക്കെ നമ്മളിലേക്കും സന്നിവേശിക്കപ്പെടാം. പിന്നെന്താണ്, താമസിക ആഹാരം ജഡതയും അജ്ഞാനവും വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളാണ്. അന്നേരം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കുറച്ചുകൊണ്ട് സാത്വിക ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ. മറ്റേത് കഴിക്കേണ്ട എന്നല്ല, ആവശ്യത്തിന് മാത്രം മാംസാഹാരങ്ങളും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക. പിന്നീട് പറയുന്നത് യജ്ഞം, തപസ്, ദാനം തുടങ്ങിയവയെ പറ്റിയാണ്. സാത്വിക ദാനം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ. പലപ്പോഴും എന്നോടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് അവനെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവസാനം നിനക്ക് പണി കിട്ടുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. ഞാൻ പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒന്നും ആരിൽ നിന്നും പണ്ടൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കുമായിരുന്നു. പക്ഷെ ഭഗവത്ഗീത വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ആരിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അന്നേരം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാറുണ്ട്. അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്നേരം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ആത്മാവും എല്ലാം പരസ്പരം കണക്റ്റഡാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് എപ്രകാരമുള്ള ദാനം എന്ന് പറയുന്നത്, സാത്വിക ദാനം. ഒരാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുക, യോഗ്യനായ ആളിന് യുക്തമായ സമയത്ത് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് സാത്വിക ദാനം. നമ്മൾ ഒരു വിദ്യാർത്ഥിക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവന് അതിന് യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ അവൻ ആ വിദ്യയ്ക്ക് അർഹനാണോ, അല്ലെങ്കിൽ അതിനോട് അവന് ആഭിമുഖ്യം പുലർത്തുന്നോ എന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ആ വിദ്യ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത ഒരുത്തിനോട് നമ്മളിനി എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ രാജസിക ദാനം എന്ന് പറഞ്ഞാൽ പ്രശസ്തിക്കോ തിരിച്ചു കിട്ടാനോ വേണ്ടിയുള്ള ദാനമാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും, നമ്മൾ ദാനം കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മറുകൈ അറിയരുതെന്ന്, അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. അന്നേരം അത് ആർക്കാണോ കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറച്ചു പിടിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ താമസിക ദാനം, അവഹേളനത്തോടോ അയോഗ്യമായ രീതിയിലോ നൽകുന്ന ദാനമാണ് താമസിക. എന്നാൽ നീ ഇത് കൊണ്ടുപോയിക്കോടാ എന്നുള്ള രീതിയിൽ ഉള്ള പല ദാനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിൽ പലരും ദാനങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഔദാര്യം എന്നതുപോലെ ഈ ദാനം കൊടുക്കുന്ന വ്യക്തിക്ക് ദാനം നൽകുന്ന വ്യക്തിയേക്കാൾ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഓം തത് സത് എന്ന് പറയുന്ന വരികളിലെ പ്രാധാന്യം ഇതേപോലെ നമ്മുടെ അടകടാനന്ദജിയും അതേപോലെ
നമ്മുടെ അഭിനവഗുപ്തപാദരും വിവരിക്കുന്നുണ്ട്. പരബ്രഹ്മത്തിൻ്റെ ആധാരധ്വനിയാണ് ഓം എന്ന് പറയുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള ദേവനെ ഉപാസിക്കുമ്പോഴും ഓം എന്ന ശബ്ദം ചേർത്താണ് ഉപയോഗിക്കുന്നത്. അന്നേരം ആ ഒരു പരബ്രഹ്മത്തിലോട്ടാണ് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ മുരുകനെ ധ്യാനിക്കുന്നതിന് ഓം വജത്കുവേ നമ എന്ന് പറയും, ദേവിയെ ധ്യാനിക്കുന്നതിന് ഓം ദുർഗായെ നമ, അല്ലെങ്കിൽ ഓം മഹാദേവിയെ നമ, അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്നൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. അന്നേരം ആ ഒരു തത്വത്തിലേക്കാണ് നമ്മൾ ഓം എന്ന് പറയുന്ന ശബ്ദമാണ് നമ്മൾ അവിടെ പറയുന്നതെങ്കിൽ ആ ഒരു പരബ്രഹ്മത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ പിന്നീട് പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമഃ ശിവായ, അങ്ങനെ പല പല പേരുകളിൽ നമ്മൾ പരബ്രഹ്മത്തെ ഉപാസിക്കുന്നുണ്ട്. അന്നേരം ഈ പറഞ്ഞതുപോലെ ഓം തത് സത്, പരബ്രഹ്മത്തിൻ്റെ ആധാരധ്വനിയാണ് ഓം എന്ന് നമ്മൾ മനസ്സിലാക്കുക. തത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റേത് എന്ന സമർപ്പണത്തോടു കൂടി നമ്മൾ പറയുന്ന വാക്കാണ്. സത്, സത്യം, ശുദ്ധി, ശുഭം എല്ലാം നല്ലതായി മാറട്ടെ. ആത്മസാധനയിൽ എല്ലാ കർമ്മങ്ങളും അഹങ്കാരമില്ലാതെ സമർപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് അദ്ധ്യായത്തിൻ്റെ കേന്ദ്ര സന്ദേശം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയ ഉയർച്ചയുടെ പുറം ചടങ്ങുകളാലല്ല, ഉള്ളിലെ ശുദ്ധ ശ്രദ്ധയാലാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ഇവിടെ നമ്മുടെ അടകടാനന്ദജി വ്യക്തമാക്കുന്നത്. ഇനി അഭിനവഗുപ്തരുടെ വാക്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ എന്നത് വെറും ഒരു വിശ്വാസമല്ല, ശ്രദ്ധ എന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രവണതയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അന്നേരം സാത്വിക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മബോധത്തിലേക്ക് നയിക്കുന്ന ശ്രദ്ധയെന്നും, രാജസിക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ആസക്തിയിലേക്കും, താമസിക ശ്രദ്ധ അവിദ്യയിലേക്കും നമ്മളെ നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ യജ്ഞം, തപസ്, ദാനം അല്ലെങ്കിൽ അന്തർമുഖ സാധന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സാധനകളാണ് യജ്ഞം, തപസ്, ദാനം എന്നത്. യജ്ഞം എന്നത് പുറം ചടങ്ങല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെ തീ കത്തിച്ച് അതിലോട്ട് ഹവിസ് അർപ്പിക്കുന്ന ദാനമല്ല, അല്ലെങ്കിൽ യജ്ഞം എന്ന് പറയുന്ന അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. യജ്ഞം എന്ന് പറയുന്നത് സർവവും നമ്മുടെ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ആഹാരത്തിൻ്റെ ആത്മീയ അർത്ഥം, അദ്ദേഹം ആഹാരം എന്നതിനെ ശാരീരിക ഭക്ഷണത്തിൽ മാത്രം ഒതുക്കുന്നില്ല, പിന്നെയോ കണ്ണ്, ചെവി, മനസ്സ് എന്നിവ സ്വീകരിക്കുന്ന എല്ലാം ആഹാരമാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കേൾവി, നമ്മൾ രുചിക്കുന്ന ആഹാരം, അല്ലെങ്കിൽ നമ്മുടെ സ്പർശനങ്ങൾ, ഇവയെല്ലാം എന്താണ് ആഹാരത്തിൽ വരുന്നുവെന്ന് കൂടി നമ്മുടെ അഭിനവഗുപ്തപാദർ പറയുന്നു. അതിനാൽ ചിന്തകളും അനുഭവങ്ങളും മനുഷ്യൻ്റെ ഗുണങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുവെന്ന് ആര് പറയുന്നു? അഭിനവഗുപ്തപാദർ പറയുന്നു. അന്നേരം ഒന്നുകൂടെ അതിനൊരു പൂർണ്ണമായിട്ടുള്ള അർത്ഥതലം നമ്മുടെ അടകടാനന്ദജി നൽകിയതിനേക്കാളും കുറച്ചുകൂടെ ഒരു അർത്ഥതലം നൽകാൻ ഇവിടെ അഭിനവഗുപ്തപാദർ ഈ 17-ാം അധ്യായത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഓം എന്ന് പറയുന്ന സർവ ചൈതന്യത്തിൻ്റെ സ്പന്ദനമാണ്, വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറമുള്ള പരമതത്വമാണ്, സത്ത് എന്ന് പറയുന്നത് നിത്യസത്യമാണ് എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇവ ആത്മാവിനെയും പരമശിവ ചൈതന്യത്തെയും ഏകീകരിക്കുന്ന മുഖ്യതത്വമായി കാണപ്പെടുന്നു. അല്ലെങ്കിൽ ഓം തത് സത്ത്, അല്ലെ ഓം എന്ന് പറയുന്ന ഈ വാക്ക് നമ്മളെയും പരമാത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ജീവാത്മാവിനെയും പരമാത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ഓം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ സാരം പുറം കർമ്മങ്ങളിലല്ല, പിന്നെയോ ചൈതന്യത്തിൻ്റെ ശുദ്ധീകരണത്തിലും ദൈവിക ബോധത്തിൻ്റെ ഉണർവിലുമാണ് എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് ഭഗവത്ഗീതയിലൂടെ എന്ന ഭാഗം നമ്മൾ 17-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരധ്യായത്തിലോടുകൂടി നമ്മുടെ ഈ ഭഗവത്ഗീത ഇവിടെ പൂർണ്ണമാവുന്നതാണ്. അന്നേരം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഭഗവത്ഗീതയിലൂടെ എന്ന ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.